പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാൻ വലിയ ദൈവജന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത്. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു എന്നുള്ളതാണ്. പ്രൈസ്. ഭൂമിയിൽ രണ്ടു വിധം ആളുകളാണ്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ലോകപ്രകാരം ജ്ഞാനികളായവർ, സ്വയം ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്നവർ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ദൈവികമായ ജ്ഞാനം പ്രാപിച്ചവർ, ദൈവജ്ഞാനം കൊടുത്തു നിറഞ്ഞവർ. ഹല്ലേലൂയ. നാം വായിച്ച ദൈവവചനം എന്ന് പറയുന്നത് ശലോമോൻ എഴുതിയ വചനമാണ്. അല്ലെ, ശലോമോൻ എന്ന് പറയുന്ന വ്യക്തി ലോകപ്രകാരം ജ്ഞാനം പ്രാപിച്ചവനല്ല, ജ്ഞാനി എന്ന് അവകാശപ്പെട്ടതുമല്ല. ദൈവം സകലവിധ ജ്ഞാനത്താലും ശലോമോനെ നിറച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രശസ്തവുമാണ്. ഹല്ലേലൂയ. ആ വ്യക്തി പറയുന്നതാണ് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകും. ഹല്ലേലൂയ. എന്നൊരു യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്ന് സദൃശ്യവാക്യം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ 111-ാം സംഗീതത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെ അവിടെ കാണാൻ കഴിയും. സദൃശ്യവാക്യത്തിൽ പല ഭാഗത്തും ജ്ഞാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യന് വേണ്ടുന്ന ദൈവികമായ ജ്ഞാനം എന്താണ്, ലോകപ്രകാരമുള്ള ജ്ഞാനം എന്തെന്ന് ശരിയായ നിലയിൽ നമുക്ക് പഠിക്കുവാൻ സദൃശ്യവാക്യം എന്ന് പറയുന്ന ഈ പുസ്തകം കൊണ്ട് പറ്റും. അല്ലേ? 31 അധ്യായങ്ങൾക്കകത്ത് വളരെ പ്രാധാന്യമായി യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലേ? അപ്പൊ യഹോഭക്തി അങ്ങ് വിവേകത്തിന്റെ മാർഗമാണ്, മാത്രമല്ല അത് പരിജ്ഞാനത്തിന്റെയും കൂടെയാണ്. അല്ലേ? പരിജ്ഞാനം ശാസ്ത്രയും ബോധനത്തെയും ശ്രദ്ധിക്കുന്നതാണ്. നമുക്ക് പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രയും അല്ലെങ്കിൽ ബോധത്തെയും അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പരിജ്ഞാനമില്ലെങ്കിൽ ദൈവസഭയ്ക്കകത്തായിരുന്നാലും പുറമേ ആയിരുന്നാലും പരിജ്ഞാനമില്ലാത്തവൻ ഏതിന് കയറി അല്ലെങ്കിൽ പ്രതികരിക്കും. പരിജ്ഞാനം ഉണ്ടെങ്കിൽ അവൻ വളരെ ശ്രദ്ധിച്ചിട്ട് മറുപടി പറയും. പരിജ്ഞാനമില്ലെങ്കിൽ എന്ത് ചെയ്യും? വളരെ. ദൈവസഭയ്ക്കകത്ത് നമുക്കറിയാം, ചിലരൊക്കെ യാതൊരുവിധ കഴിവുമില്ലാതെ സ്വയം ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടിട്ട് ദൈവത്തിനും എടുത്ത് വളരെ പ്രസംഗിക്കുക. അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ താഴ്ത്തിക്കെട്ടി ആരെങ്കിലും സഭയ്ക്കകത്ത് ശുശ്രൂഷയ്ക്ക് വന്നെങ്കിൽ അവർ പ്രസംഗിക്കുന്ന വചനത്തെ ഏറ്റുപിടിച്ചിട്ട് അതിനകത്തിരിക്കുന്ന വിശ്വാസികൾ വലിയ ജ്ഞാനികളാണെന്ന് നടിക്കുന്നത് കാണുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്യും. അല്ലേ? എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത ജ്ഞാനികളാണ് അവര്. സഭയ്ക്കകത്ത് ഒരുപാട് പേരുണ്ട്. അല്ലേ? സ്തോത്രം. എനിക്കൊരു സഹോദരനെ പുള്ളി എപ്പോഴും സഭയിൽ പറയുന്നൊരു കാര്യമാണ്, ഞാൻ സ്വയമായി പഠിച്ചതാണ്, എനിക്ക് എന്നെ സ്വയമായിട്ട് കിട്ടിയതാണ്, ഞാൻ ആരുടെയും യൂട്യൂബ് കണ്ടോ മെസ്സേജ് കേട്ട് പഠിച്ചതല്ല, ഞാൻ ആരുടെയും ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും ആരും പറഞ്ഞു കേട്ട് പഠിച്ചതല്ലെന്ന് ഒരാൾ സഭയിൽ എപ്പോഴും പറഞ്ഞ് എനിക്കറിയാം. എന്നാൽ ഞാനാണ് അദ്ദേഹത്തെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇരിപ്പിടങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്യുന്നിടത്ത് പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണുമ്പോൾ അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അനവധി ദൈവദാസന്മാരുടെ മെസ്സേജ് ഇട്ട് കേട്ടോണ്ടിരിക്കുക. അല്ലേ? അത് കേട്ടിട്ടാണ് സഭയിൽ വന്നിട്ട് പറഞ്ഞത് ഇതെല്ലാം ഞാൻ സ്വയമായി പഠിച്ചതാണെന്ന്. അല്ലേ? എന്നിട്ട് ഇടയ്ക്ക് പറയുകയും ചെയ്യും ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പൊ ഈ വിവേകശൂന്യമായിരിക്കുന്ന ഒരുപാട് ആളുകൾ സഭയ്ക്കകത്തുണ്ട്. അല്ലേ? അപ്പൊ യഥാർത്ഥ പരിജ്ഞാനം ശാസനയും ബോധനത്തെയും ശ്രദ്ധിക്കുന്നതായിരിക്കും ഒരു മനുഷ്യനെ തികഞ്ഞവനാക്കി തീർക്കും. അല്ലേ? നമ്മെ തികഞ്ഞവനാക്കി തീർക്കുന്നത് ദൈവികമായ ജ്ഞാനമാണ്. അല്ലേ? അല്ലേ? ചില സഹോദരിമാരും ഉണ്ട്. പണ്ടെന്റെ സഭയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു, പോയി ഇവിടുന്ന്. അല്ലേ? ജീവിതത്തിന്റെ ക്രമീകരണം കുറവായതുകൊണ്ട് പോയി. ആ സഹോദരി എപ്പോഴും സ്വയം ജ്ഞാനി എന്ന് അവകാശപ്പെട്ട് സഭയിൽ വരുന്ന എല്ലാ പാസ്റ്റർമാരെയും ചോദ്യം ചെയ്യും. അവര് വലിയ പ്രബോധനം നടത്തും. അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ് ദൈവദാസന്മാർ. അവര് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് വന്ന ബൈബിൾ കോളേജിൽ പഠിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കും. ബൈബിൾ കോളേജിൽ പഠിക്കണം, ഒരു ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്ന ബൈബിൾ കോളേജിൽ പഠിക്കുക തന്നെ ചെയ്യണം. ഇനി അതിനെ നിങ്ങൾ എതിർത്താലും അതിനെ എതിർത്ത് നിങ്ങൾ സംസാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഒരു ശുശ്രൂഷകൻ യഥാർത്ഥത്തിൽ ഒരു സെമിനാരിയിൽ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോയി ദൈവവചനത്തിനാണ് അടിസ്ഥാനം എന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ വിവേകശൂന്യമായിട്ട് പലരും എഴുതേക്കും. അല്ലേ? അപ്പം ഇത് ഒരുവനെ തികഞ്ഞവനാക്കി തീർക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ദൈവികമായ ജ്ഞാനമാണ്. മാത്രമല്ല നമ്മെ തികഞ്ഞവനാക്കി തീർക്കുകയും മഹത്വപൂർണമായ ഒരു ജീവിതപാതയെ നയിക്കുവാൻ, അല്ലേ,
തികഞ്ഞവരാക്കിയിട്ട് മഹത്വപൂർണ്ണമായ ജീവിതയാത്ര നയിക്കുവാൻ നമുക്ക് ദൈവികമായ ജ്ഞാനം ആവശ്യമാണ്. ഹല്ലേലൂയ. മാത്രമല്ല, ദൈവികമായ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവികമായ ജ്ഞാനമില്ലാത്ത പലരും ജീവിത പങ്കാളി തിരഞ്ഞെടുത്ത് അത് മുഖാന്തരം എന്തെല്ലാം പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ 30ഓളം വരുന്ന കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസുകൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കേസുകൾ അടക്കം കിടക്കുക. എന്തുകൊണ്ടാണ്? വിവേകമില്ലാതെ, പരിജ്ഞാനമില്ലാതെ ജീവിത പങ്കാളിയെ വിളിച്ചുകൊണ്ടുവന്നു, തട്ടിക്കൊണ്ടുവന്നു പലരുടെയും ജീവിതത്തിൽ എന്ത് ചെയ്തു? അത് തകർച്ചയായി പല കുടുംബജീവിതങ്ങളും കുടുംബ കോടതി കിടക്കുക. അതിന് നിങ്ങൾ ഒരുപക്ഷെ ചോദ്യം ചെയ്തൊക്കെ ഞാൻ 100 തെളിവ് തരാം. ലേരിയ സ്തോത്രം, പ്രൈസറും. ഇവിടെ കർത്തവ്യബോധമാണ് നമുക്ക് ആവശ്യം. ഒരു വിശ്വാസി എന്ന് പറയുന്ന വ്യക്തിക്ക് കർത്തവ്യബോധം തന്റെ ഭവനത്തിലെ, കുടുംബജീവിതത്തിലെ, ഭാര്യഭർത്തൃ ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുടെ ബന്ധത്തിൽ, സഭയോട്, ശുശ്രൂഷയോട്, ദൈവദാസ്യദാസന്മാരെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും ഒക്കെ കർത്തവ്യബോധം ഉണ്ടായിരിക്കണം. ആ കർത്തവ്യബോധമൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അല്ലേയ യഹോവ ഭക്തി തന്നെ നമ്മുടെ ജീവിതത്തിൽ വരണം. അതുകൊണ്ടാണ് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു അല്ലേലിയ എന്നവിടെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത പറയാണ്, അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകും. അല്ലേ, മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകുമെന്ന്. അപ്പൊ ജ്ഞാനമില്ലാത്തവൻ, പരിജ്ഞാനമില്ലാത്തവൻ മരണത്തിന്റെ കെണിയിലേക്ക് ചെന്നയാടും. എന്നാൽ യഥാർത്ഥത്തിൽ ജ്ഞാനമുള്ളവൻ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകുന്നവനാണ്. രക്തം ചെയ്യാൻ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് ക്രമീകരിച്ച് നിങ്ങൾ വചനത്തെ അനുസരിക്കണം, കീഴ്പ്പെടുവാൻ തയ്യാറാകണം. അല്ലേലിയ, നിങ്ങൾ കീഴ്പ്പെടുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നിങ്ങളെ ഉയർത്തുന്നത്. നിങ്ങൾ കീഴ്പ്പെടാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ഉയർച്ചയും കിട്ടത്തില്ല. പ്രൈസോട് അല്ലേലിയ. ഇവിടെ ദൈവവചനം പറയുന്നത് അല്ലേലിയ, കർത്തവ്യബോധവും അല്ലെങ്കിൽ സാമർത്ഥ്യവും പ്രതിബദ്ധതയും ഒക്കെ പുലർത്തുന്ന ഒരു നല്ല ജീവിതം വേണമെങ്കിൽ നമുക്ക് ദൈവികമായ ജ്ഞാനം ആവശ്യമാണ്. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഭൂലോകരുടെ ഉപദേശങ്ങളെല്ലാം വറ്റി വരണ്ടു പോകാം. ഈ ലോകത്തിൽ അനവധി ജ്ഞാനികളുണ്ട്, സ്വയം ജ്ഞാനികളായവരുണ്ട്. അവരുടെ ഉപദേശങ്ങളെല്ലാം വറ്റി വരണ്ടു പോകാം. എന്നാൽ ബുദ്ധിമാന്മാരുടെ ഉപദേശമോ അത് ജീവന്റെ ഉറവ് പോലെ ഊറിക്കൊണ്ടിരിക്കും. ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് പാപത്തിന്റെ കറകളെ ശുദ്ധീകരിച്ച് ദൈവത്തിന് നീതീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന അനവധി ബുദ്ധിമാന്മാരുണ്ട്. അവരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ജീവന്റെ ഉറവ് പോലെ അത് ഊറിക്കൊണ്ടിരിക്കും. അവർ ദൈവത്തിന് പ്രാപിച്ചവരാ. അല്ലേ? അത് നമ്മൾ ചില ദൈവദാസന്മാരുടെ ഒക്കെ മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആത്മീയ സന്തോഷം പ്രാപിക്കാറുണ്ട്, ആത്മീയ അഭിവൃദ്ധി, ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ വരാറുണ്ട്. കാരണം അവർ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രാപിച്ചവരാണ്. അല്ലേ? ദൈവികമായ ജ്ഞാനത്തരാണ്. അതുകൊണ്ട് അവരുടെ ഉപദേശം എപ്പോഴും ഒരു കിണറ്റിൽ അല്ലെങ്കിൽ ഒരു തോട് അല്ലെങ്കിൽ ഒരു നദിയുടെ ഉറവിൽ നിന്ന് ഉറവുവെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നത് പോലെ അവരുടെ നാളിൽ എപ്പോഴും ദൈവികമായ ജ്ഞാനം പുറപ്പെടും. അത് കേൾക്കുന്നവർക്ക് ആശ്വാസമാണ്. അല്ലേരിയ. കാരണം അവരുടെ ഉപദേശം അകത്തുള്ള പരിശുദ്ധാത്മാവ് മുഖാന്തരം വരുന്നതാണ്. വീണ്ടെടുക്കപ്പെട്ടവന്റെ ഉപദേശം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതാണ് അവരുടെ ഉപദേശം. അല്ലേരിയ. കുടുംബത്തിനകത്ത് തകർച്ച വരുന്നു, കുടുംബത്തിനകത്ത് കലഹം വരുന്നു, മാതാപിതാക്കളും അപ്പനും അമ്മയും തമ്മിലടിക്കുന്നു, മരുമോളും അമ്മായിമ്മയും തമ്മിലടിക്കുന്നു. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വിവേകം തരാത്തതുകൊണ്ട്, ജ്ഞാനം തരാത്തത് കൊണ്ട് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത് അല്ലേലിയ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലേയ. നിങ്ങൾ യഥാർത്ഥമായി ജ്ഞാനം പ്രാപിച്ചാണെങ്കിൽ മരണത്തിന്റെ കെണികളെ നിന്റെ കുടുംബത്തിന് നീക്കി കളയാൻ കഴിയും. അല്ലേ? ദൈവികമായ ജ്ഞാനമില്ലാത്തതുകൊണ്ട് അനവധി ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് കുടുംബ പ്രശ്നങ്ങൾ മുഖാന്തരം. ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ ആ മരണത്തിന്റെ കെണികളെ അവർ കൊഴിഞ്ഞു പോകാമായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതമാണ്, പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ജ്ഞാനം വരണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത് സ്തോത്രം അല്ലേലൂയ. 32-ാം സങ്കീർത്തനം വായിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. 32-ാം സങ്കീർത്തനം അല്ലേലൂയ എന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പൊ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. മാത്രമല്ല അവൻ നമ്മെ ഉപദേശിച്ച് നമ്മൾ നടക്കേണ്ടുന്ന വഴിയിലൂടെ നടത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൽ നമ്മൾ ആലോചന പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉപദേശിച്ച് നമ്മൾ നടക്കേണ്ടുന്ന വഴിയുടെ പോകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതപാത ശരിയാവുള്ളൂ.
മാത്രമല്ല ദൈവം നമ്മുടെ ദൃഷ്ടി വെച്ച് നമ്മൾ ആലോചന പറഞ്ഞു തരണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആമീൻ ദൈവം നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴികളെക്കുറിച്ച് നീ ദൈവത്തോട് ചോദിച്ചോ? ദൈവം നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് ഇന്നത്തെ ദിവസം എന്നെ നടത്തണമെന്ന് നീ പറഞ്ഞു. നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു. പല കുടുംബത്തിലും പ്രഭാത പ്രാർത്ഥനയില്ല, പല കുടുംബത്തിലും പ്രഭാത പ്രാർത്ഥനയില്ല, ദൈവത്തെ ധ്യാനിക്കുന്നില്ല. കാരണം രാത്രി കിടക്കുന്ന ഈ മൊബൈൽ തോണ്ടി ഇരുന്നിട്ട് അതിനകത്ത് പലരുമായിട്ട് ജടിക ചാറ്റൊക്കെ നടത്തിയിട്ട് കിടന്നുറങ്ങുന്നത് കോഴി കൂകുമ്പോഴാണ്. കോഴി കൂകുമ്പോൾ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള പണികളൊക്കെ ചെയ്യണം, ജോലിക്ക് തിരക്കുടുമ്പ് എല്ലാം ഉണ്ടാക്കി രാവിലെ പ്രാർത്ഥന അങ്ങ് മറന്നു പോകും. എത്ര കുടുംബങ്ങൾ, എത്ര ആളുകളാണ് പല സ്ഥലത്തിലും പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പം അവർ ഈ പരാതി പറയുന്നത്. കാരണം അല്ലെങ്കിൽ സ്തോത്രം, രാവിലെ എഴുന്നേറ്റ് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴി നിനക്ക് കാണിച്ചു തരും. കർത്താവിന്റെ സന്നി രാവിലെ ഇരിക്കണം, ദൈവസന്നി ഇരുന്നാൽ രാവിലെ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ട വഴി ദൈവം കാണിച്ചു തരും. ദൈവം നിനക്ക് വഴി കാണിച്ചു തരുമ്പോൾ നീ ആ വഴിയെ യാത്രകൾ മാത്രമല്ല, അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച്, യേശു നിന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ട് നിനക്ക് ആലോചന പറഞ്ഞു തരും, നിനക്കെന്ന വഴിയുടെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ വഴി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ രാവിലെ യാത്ര ചെയ്യാൻ പൂച്ച വിലങ്ങൻ ചാടി, ഇന്നത്തെ ദിവസം ശമനപ്പിഴയാണ്. നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ കണ്ടു, അത് ശരിയല്ല. നിങ്ങൾ ഇറങ്ങിപ്പോയ പട്ടി കുറുകെ ചാടി, അത് ശരിയല്ല. അല്ലേ? നിങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്, ലോകപ്രകാരമുള്ള ജ്ഞാനം നിങ്ങൾ പ്രാപിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനെയെല്ലാം പ്രശ്നമായിട്ട് തോന്നുന്നത്. പൂച്ച നിന്റെ മുമ്പിൽ വിലങ്ങൻ ചാടിയെങ്കിൽ നിന്നെക്കാട്ടി വലിയ ആവശ്യത്തിന് പോവുകയാണ്. പട്ടി നിന്റെ മുമ്പിൽ കൂടി ഓടിയുണ്ട്, അത് അതിനെക്കാട്ടി വലിയ ആവശ്യത്തിന് പോവുകയാണ്. അല്ലേ? പണ്ടൊക്കെ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ പിതാവ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന പശുവിനെ അഴിച്ച് റോട്ടിൽ കൊണ്ടുപോയിട്ട് ആ പശുവിനെ നടത്തിക്കൊണ്ടിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അത് നോക്കി യാത്ര ചെയ്താൽ നമുക്ക് എന്താ അനുഗ്രഹം കിട്ടുമെന്ന്. അല്ലേ? ചുമ്മാ പൊട്ടയായ തെറ്റുപദേശമാണ്. എൻ്റെ പിതാവൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ മൂടത്തരത്തെ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ കാരണം ദൈവസന്നിധിയിരുന്ന് രാവിലെ പ്രാർത്ഥിച്ചെന്ന നടക്കേണ്ടുന്ന വഴിയെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ച് ആ വഴി ദൈവം കാണിച്ചു തരാതെ നമ്മൾ സ്വന്തം ഇഷ്ടം ചെയ്ത് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്കകത്ത് നമ്മൾ വീഴും. അല്ലേ? പിന്നെ എല്ലാവരും നല്ല ഈ രാഹുകാലം പുളികാലം മുഹൂർത്തങ്ങൾ ഒക്കെ നോക്കുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രാഗവും കുളികാലും മുഹൂർത്തങ്ങളും ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ സമയവും ഒരുപോലെ. ഒരു ദിവസം 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതിന് ഒരു മണിക്കൂർ പോലും ഞങ്ങൾക്ക് മോശമല്ല. അല്ലേ? ദിവസത്തെ സൃഷ്ടിച്ചതും, അല്ലേ, ആഴ്ചകളെ സൃഷ്ടിച്ചതും, മാസങ്ങളെ സൃഷ്ടിച്ചതും, വർഷങ്ങളെ സൃഷ്ടിച്ചതും ദൈവം തന്നെ. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിനെ ദൈവമാണ് ക്രമീകരിക്കുന്നത്. ആ 24 മണിക്കൂറിനകത്ത് നിനക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സമയം ശ്രേഷ്ഠമാണ്. അതിനകത്ത് തെറ്റായൊരു സമയമില്ല. ചില അവന്റെ സമയത്തിന്റെ ആണൊക്കെ പറഞ്ഞ എന്ത് സമയമാണ്? മനുഷ്യന്റെ വാക്കുകളാണ്. എന്നാൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന കർത്താവ് പറയാണ്, അല്ലേലൂയ, ആമീൻ, ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകും. യഥാർത്ഥ ജ്ഞാനി ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ഈ കാണുന്ന ലോകത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവനാണ്. അല്ലെ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെളിച്ചമുണ്ടായി. 6 ദിവസം കൊണ്ട് ഭൂമിയിൽ വീഴുന്നത് സകലത്തെ സൃഷ്ടിച്ചതിന് ശേഷമായി ആമീൻ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആമീൻ ഭൂമിയുടെ സകലത്തെ അടക്കി വാഴുവാനുള്ള ദൈവികമായ ജ്ഞാനം കൊടുത്തത് യഹോവയായ ദൈവമായി. എന്നാൽ മനുഷ്യൻ സാത്താന്റെ വാക്ക് കേട്ടപ്പോൾ, സർപ്പത്തിന്റെ വാക്ക് കേട്ടപ്പോൾ, പിശാചിന്റെ വാക്ക് കേട്ടപ്പോൾ, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടും പിശാചിന്റെ വാക്ക് കേട്ടത് തിന്നു. പിശാച് എന്താണ് പറഞ്ഞത്? ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന് ഹവ്വയോട് പറഞ്ഞപ്പോൾ പിശാചിന്റെ വാക്ക് കേട്ട് ഹവ്വ ആ വൃക്ഷഫലം തിന്നു, തന്റെ ഭർത്താവിനെ കൊടുത്തു. ദൈവം കൊടുത്ത ജ്ഞാനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ പാപത്തിൽ മരിച്ചു. പിശാച് അവരുടെ മേൽ ആധിപത്യം പുലർത്തി എന്ന് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞല്ലേ വേദപുസ്തകത്തിലുള്ള കേട്ടോ, ഉൽപ്പത്തി ദിവസം 3-ാം അധ്യായം. അല്ലേലൂയ. അങ്ങനെ ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ് ഭൂമിയിൽ കിടന്ന് അഹങ്കരിക്കുന്ന. അവരാണ് ഭൂമിയിലെ പലതും അവന്റെ മാർഗമായിട്ട് കണ്ടുപിടിക്കുന്നത്. അവൻ ദൈവികമായ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലേലൂയ, ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ പോകത്തില്ല. അപ്പൊ 24 മണിക്കൂറും ദൈവം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇടിവെട്ടുമ്പോൾ കത്തിയെടുത്ത് മുറ്റത്തേക്ക് എറിയ. പണ്ടൊക്കെ ആൾക്കാർ ഇടിവെട്ടുമ്പോൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് അരുവായെടുത്ത് വാക്കത്തി എടുത്ത് പുറത്തേക്ക് എറിയും, ഇരിപ്പെടുത്ത് പുറത്തേക്ക് എറിയും. അല്ലേലിയ എന്നൊക്കെ ചിലരൊക്കെ കാണിക്കാറില്ലേ? ഞങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേലിയ. അതുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം? അല്ലേലിയ. മനുഷ്യൻ അല്ലേലിയ
ഈ ഭൂമി ജീവിക്കുമ്പോൾ മനുഷ്യന് വേണ്ടുന്നതെല്ലാം സദാസമയങ്ങളിൽ തന്ന് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് പറയുവാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ആമേൻ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ വായിക്കാൻ കഴിയുന്നത്? ദൈവവചനത്തിന് അനുസരണമായുള്ള ദൈവവചനത്തോട് ചേർന്നുള്ള പാതയിൽ നിങ്ങൾ നടന്നാൽ, ദൈവവചനത്തോട് ചേർന്ന് നടന്നാൽ, ഹല്ലേലൂയ, ദൈവവചനത്തിന് അനുസൃതമായ പാതയിലൂടെ നിങ്ങൾ ചേർന്ന് നടന്നാൽ നിങ്ങൾ ദൈവസനിൽ വിശാല മനസ്സുള്ളവരായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, അങ്ങനെ നടക്കുന്നവനെ ദൈവം ഉപദേശ തികവുള്ള വഴിയിലൂടെ അവനെ കൊണ്ടുപോകും. തികവുള്ള രാജപാതയിലൂടെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ഇതിന്റെ വ്യാഖ്യാനം വായിച്ചത്. അപ്പം ദൈവവചനത്തോട് ചേർന്ന് നടക്കുന്നവൻ, ഹല്ലേലൂയ. നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അനവധി ദൈവദാസന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ഒരു സന്ദേശം, ഒരു ഉപദേശം ഞാൻ പറയാം. ചന്ദനത്തോട് ചേർന്ന് നടക്കുന്നവനെ ചന്ദനം മണക്കും. അല്ലേ? ചന്ദനമരം മുറിക്കാൻ കൊണ്ടുപോയി കോടാലി തോളയിൽ വെച്ച് ചുമന്നാലും ആ മനുഷ്യൻ ചന്ദനം മടക്കുക, കോടാലിയും ചന്ദനം മടക്കും. അല്ലേ? കാരണം അവൻ ചന്ദനത്തോട് ചേർന്ന് നടന്നത്. ആ ചന്ദനത്തിന്റെ സൗരഭ്യം എന്ന് പറയുന്നത് ആ വെട്ടിയവന്റെ ജീവിതത്തിലും വെട്ടിയവന്റെ ശരീരത്തിലും അവൻ വെട്ടിയ ആയുധത്തിലും ആ ചന്ദനത്തിന് മണമുണ്ടാകും. എന്നാൽ ചാണകത്തോട് ചേർന്ന് നടന്നാൽ ചാണകത്തിന്റെ മണം വരുത്തുള്ളൂ. അല്ലേ? അങ്ങനെ ഒരു പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് മറ്റ് ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാത്രമേ ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, നീ ഏതിനോട് ചേർന്ന് നടക്കണം, ആരോട് ചേർന്ന് നടക്കണം, എന്തിനോട് ചേർന്ന് നടക്കണമെന്ന് വേദപുസ്തകം നിന്നെ ഉപദേശിക്കുമ്പോൾ ആമീൻ ദൈവത്തിന്റെ വചനം പറയാൻ, ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു എന്ന് പറയാം. സർവ്വജ്ഞാനിയായിരിക്കുന്ന യേശുവിനോട് കൂടി നടന്നാൽ ആ യേശുവിന്റെ ഉപദേശം നിന്റെ ജീവന്റെ ഉറവാണ്. ഹല്ലേലൂയ. അത് വറ്റിപ്പോകാത്ത ഉറവാ. അനുദിനം ദൈവം നിന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും, രക്തം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമി ജീവിക്കും പണമല്ല ആവശ്യം, ഇവിടുത്തെ പ്രതാപമല്ല ആവശ്യം, സ്ഥാനമാനങ്ങളല്ല ആവശ്യം, പാരമ്പര്യമല്ല ആവശ്യം. ഇവിടെ ഭൂമി ജീവിക്കുവാൻ, ഇവിടെ നമ്മൾ ജീവിക്കുവാൻ നമ്മളിവിടെ ചങ്ക് വിരിച്ച് നടക്കുന്നത് കൊണ്ടോ, ഞാൻ വലിയ റൗഡിയാണ്, റൗഡി ലിസ്റ്റ് പേരോ, ഞാൻ വലിയ കൊട്ടേഷനാണെന്ന് പറഞ്ഞു നടക്കുന്നുണ്ടോ, ഞാൻ ഇവിടുത്തെ അബ്കാരിയാണെന്ന് പറഞ്ഞു നടക്കുന്നതുകൊണ്ടോ, ഞാൻ ഇവിടുത്തെ മന്ത്രിയാണ്, MLA ആണ്, MP ആണെന്ന് പറഞ്ഞ് നെകളിച്ച് നടക്കുന്നാലും അല്ലേലൂയ, ദൈവികമായ ജ്ഞാനം നിന്റെ മേൽ ഇല്ലെങ്കിൽ നീ വെറും മൂടനാണ്. അല്ലേലൂയ. നിങ്ങൾ ഏത് ഉന്നത പദവിയിൽ ഇരുന്നാലും, അല്ലേലൂയ, ഏത് സ്ഥാനമാനങ്ങളെ അലങ്കരിച്ചാലും, എത്ര വലിയ പാരമ്പര്യ കുടുംബത്തിലാണ് നീ ഉള്ളെങ്കിലും, കോടാനുകോടി രൂപ നിനക്കുണ്ടെങ്കിലും, നീ ഒരു കോടീശനാണെങ്കിലും, അല്ലേലൂയ, ദൈവികമായ ജ്ഞാനം നിനക്കില്ലെങ്കിൽ, അല്ലേലൂയ, നീ വെറും മൂടൻ തന്നെയാണ്. അല്ലേലൂയ. അതിനൊന്നും ഒരു മാറ്റമില്ലെന്നേ. സ്വതം എന്ന് പറഞ്ഞാലും ഞാനൊക്കെ പണ്ടത്തെ കാലഘട്ടത്തില് ഈ കഞ്ചാവ്, ചരസ്, കറുപ്പ്, അലരിയ, ഹാഷിഷ്, ഹെറോയിന്, ബ്രൗൺഷുഗർ ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചത്. അലരിയ, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കിട്ടുന്നതെല്ലാം മേടിച്ച് ഉപയോഗിക്കുകയായിരുന്നു. ഇപ്പോഴല്ലോട്ടോ ഒരു 25 വർഷം മുമ്പ് 2000 വരെ, 2000 ആണ്ട് വരെയാണ് കേട്ടോ. അതിനുശേഷം 2000 നിർത്തിയതാണ്. ആ കാലഘട്ടത്തിൽ കിട്ടിയതെല്ലാം ആമി മേടിച്ച് ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ട് ജ്ഞാനമില്ലാതെ ഒരു മൂടനായിട്ട് നടന്നു. ആ മൂടനായിട്ട് നടക്കുമ്പോൾ എന്റെ ചിന്ത എന്തുവാ, ഞാൻ വലിയ ജ്ഞാനിയാണെന്നാണ്. ഈ കള്ളു കുടിക്കുന്നവരെ കണ്ടിട്ടില്ലേ? കള്ളു കുടിക്കുന്നതിന്, കഞ്ചാവ് കുടിക്കുന്നതിന്, മയക്കുമരുന്നടിക്കും കണ്ടില്ലേ? അവൻ വലിയ ജ്ഞാനിയാണെന്നാണ് പറയുന്നത്. അവൻ വലിയ ജ്ഞാനിയാണോ, വലിയ ചിന്തകനാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചെല്ലി കഞ്ചാവ് പിടിച്ചിട്ട് മാറിപ്പോയിട്ട് ഒരുപാട് ഒരു ഒറ്റയ്ക്ക് ചിന്തിക്കും, ഏകാന്തതയും. ചെല്ലി കഞ്ചാവ് പിടിച്ചിട്ട് ചിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ ഭയങ്കര ജ്ഞാനികളാണെന്നാണ് പറയുന്നത്. ഒരു ജ്ഞാനമില്ല ശ്രോതാവേ. ഈ ലോകത്ത് യഥാർത്ഥ ജ്ഞാനം കഞ്ചാവോ, ഇവിടുത്തെ കള്ളോ, ഇവിടുത്തെ ചാരായോ, ഇവിടുത്തെ മയക്കുമരുന്നുകളോ ഈ ലോകത്തും അല്ല നിനക്ക് യഥാർത്ഥ ജ്ഞാനം തരുന്നത്. യഥാർത്ഥ ജ്ഞാനം സർവ്വജ്ഞാനിയായിരിക്കുന്ന യേശുവിനെ നീ പ്രാപിക്കണം. ഈശ്വരോ. അപ്പൊ ഞാനൊക്കെ കണ്ടുപിടിച്ച് നടക്കുന്നത്, ഞങ്ങളോ ഏറ്റവും വലിയ ജ്ഞാനി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മൊയിലിന് 2 കൊമ്പെന്ന് അവകാശപ്പെടുന്നവനാ ഞാൻ. അല്ലേ? അതാണ് ഇന്ന് ലോകത്തിലെ ജനം. അല്ലേലിയ. നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞാൽ, ലോകരാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അവനവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജ്ഞാനം പ്രാപിച്ചവരാണ്. അല്ലേ? ദൈവികമായ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലോകത്തിൽ എത്ര സമാധാനം വന്നേനെ. മനുഷ്യന് ദൈവികമായ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവികമായ ജ്ഞാനമാണ് മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ, കർത്താവ് ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിലൂടെ നടന്നിരുന്നെങ്കിൽ, ആമീൻ, ദൈവം നമ്മെ ഉപദേശിച്ച് നടക്കേണ്ട ആലോചന നമ്മൾ നടന്നിരുന്നെങ്കിൽ, ഈ രാജ്യത്ത് കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകളും മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും വ്യഭിചാരികളും ആമീൻ ദുർമന്ത്രവാദികളും ദുർഭൂത സേവകളും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു.
ഒന്നുകൂടെ ഇവർ കാരണം ദൈവിക ജ്ഞാനം ഇവിടെ അതൊന്നും ഉണ്ടാകും. കാരണം ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ശാന്തമായത് ഒരു വ്യക്തിക്ക് ഞാനാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവികമായ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വ്യാപാരി യഥാർത്ഥത്തിൽ അവന്റെ കടയടച്ചു വൈകിട്ട് വീട്ടിൽ പോയി കിടക്കണ്ട. അല്ലേ, അവൻ കട തുറന്നിട്ട് പോയാൽ രാവിലെ വന്ന് വീണ്ടും കടയിൽ കയറിയാൽ മതി. കാരണം ദൈവികമായ ജ്ഞാനം ഉണ്ടെങ്കിൽ തുറന്നിട്ടിരിക്കുന്ന കടയ്ക്കകത്ത് കയറി ആരും മോഷ്ടിക്കത്തില്ല. ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ വീട്ടിനകത്ത് കയറി മോഷ്ടിക്കത്തില്ല. ദൈവികമായ ജ്ഞാനമുണ്ടെങ്കിൽ വഴിയെ കൂടെ പോകുന്ന സഹോദരന്മാരുടെ കഴുത്തിൽ കിടക്കുന്ന തുടല് പോലെയുള്ള മാല അല്ലെങ്കിൽ കള്ളം വന്ന് പൊട്ടിച്ചുകൊണ്ട് പോകത്തില്ല. ദൈവികമായ ജ്ഞാനമില്ലാത്തവൻ എന്ത് ചെയ്യുന്നു? തുടല് പോലെയുള്ള മാല ആമെ തോളിൽ ഇട്ടുകൊണ്ട് കഴുത്തിലിട്ടുകൊണ്ട് പോകും. അത് ആമെ കള്ളം പൊട്ടിക്കും. കള്ളനും ഇല്ല ആമെ യഥാർത്ഥ ജ്ഞാനം പൊട്ടിച്ചവന് ജ്ഞാനമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ നമ്മളെ ആരും ഉപദ്രവിക്കില്ല, ഒന്നും പിടിച്ചു പറിക്കില്ല, ഒരു കടയും മോഷ്ടിക്കത്തില്ല. അപ്പൊ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപജടത്തിൽ തന്നെ വസിക്കുക. അതുകൊണ്ട് വചനം പറയുന്നത് മനുഷ്യന്റെ വായിലെ വാക്ക് അലരുയ ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവും അലരുയ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നുവെന്ന് അല്ലേരിയ നമ്മൾ ഈ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേരിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ 18-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം, മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും. അല്ലേരിയ എന്നിട്ട് പറയുകയാണ് അല്ലേ, ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. പ്രേസലോ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയ വചനം കാണുന്നത്? അല്ലേരിയ യഹോവ ഭക്തി നമ്മെ നേരായ പാതയിലേക്ക് നടത്തി ഒരു മനുഷ്യന്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ദൈവികമായ ജ്ഞാനം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനിയും മൂടനും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ കഴിയും. അല്ലേരിയ അപ്പം മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളം. ഇതിനെ രണ്ട് തലത്തിൽ നമുക്ക് ചിന്തിക്കാം. ആത്മീയമായിട്ടും ചിന്തിക്കാം, ലോകപരമായിട്ടും ചിന്തിക്കാം. ആത്മീയമായി ചിന്തിച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന ജനം അല്ലെ ജ്ഞാനം എന്ന് പറയുന്നത് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് നമ്മെ ഒഴുക്കുള്ള തോടും പോരാ. അത് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ. അത് ലോകപരമായി ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെ മറ്റു രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതാണ് ഈ ജ്ഞാനത്തിന്റെ ഉറവ. അല്ലെങ്കിൽ കർത്താവിന്റെ ജ്ഞാനത്തിൽ വിസ്മയിച്ചു പോയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞ് അല്ലുരിയ റോമലേഖനം അല്ലുരിയ 11:31 വരുമ്പോൾ ഇവിടെ പറയുന്നത് ജ്ഞാനം പറഞ്ഞ ദൈവികമാണ്. മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഒഴുക്കുള്ള തോടും ആകുന്നു എന്ന് ശലോമോൻ പറയുമ്പോൾ പൗലോസ് അതിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുക. ഞാൻ വായിച്ച പതിൽ ഒന്നുകൂടെ വായിക്കാം. റോമലേഖനം 11:31, ദൈവത്തിന്റെ ധനം അല്ലേലിയ ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ. ദൈവത്തിന്റെ ധനത്തെക്കുറിച്ച് നമുക്ക് ആർക്ക് ചിന്തിക്കാൻ കഴിയും? ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളിൽ ധനം എവിടുന്ന? ദൈവത്തിന്റെ ധനമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ കടലിൽ നിന്ന് എണ്ണ കുഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ദൈവമാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. നിങ്ങൾ ഭൂമിയെ കുഴിച്ച് അലരിയ സ്വർണം വെട്ടിയെടുക്കുക, സ്വർണ്ണക്കനി തന്നെങ്കിൽ ദൈവമാത് അലരിയ തന്നത്. എന്തെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയോ അതെല്ലാം ദൈവത്തിന്റെ ധനമാണ്. ദൈവത്തിന്റെ ധനം അവന്റെ ജ്ഞാനം, അവന്റെ അറിവ് എന്നിവയുടെ ആഴമേ പൗലോസ് പറയുക. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മനുഷ്യൻ പലപ്പോഴും ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്, ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തത്. വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർ പറഞ്ഞു ഞങ്ങളുടെ കഴിവാ എന്ന് പറഞ്ഞു. അല്ലേലിയ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാര് അവരത് പണിതെടുത്ത് അവർക്ക് വേണ്ട ജ്ഞാനം ദൈവം കൊടുത്തു. അത് പണിയുള്ള ധനവും ജ്ഞാനവും അറിവും ദൈവം കൊടുത്തു. അല്ലേലിയ പക്ഷെ അത് സംഭവിക്കുന്നതോട് ദൈവം പറഞ്ഞു, മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ചു കൊണ്ടുവരുമെന്ന് ആവർത്തന പുസ്തകത്തിൽ ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, ഒരു പ്രവചനമുണ്ട്. അപ്പം മിസ്രൈമിൽ കിടക്കുന്ന ജനത്തെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ ഈ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യൻ വിമാനമുണ്ടാക്കി വിമാനത്തിനകത്ത് യാത്ര ചെയ്യുവാൻ ഇതൊക്കെ ആലോചന പറഞ്ഞ ദൈവമാണ്. അതിനൊക്കെ ധനവും ജ്ഞാനവും അറിവൊക്കെ തരും ദൈവമാണ്. അത് പൗലോസിന് ശരിക്കും മനസ്സിലായി. നിങ്ങൾക്ക് എന്നിട്ട് ഇന്നും മനസ്സിലായിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നിനക്ക് ഇന്നും അത് മനസ്സിലായിട്ടില്ല. അപ്പം ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവിടെ ആഴമേ പൗലോസ് പറയുക. അല്ലേലിയ എന്ന് പറഞ്ഞ് അല്ലേലിയ പൗലോസ് പറയുക. എന്നിട്ട് കൊലോസ് ലേഖനം 2:3 വരും പറയുകയാണ് അല്ലേലിയ അവരിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളും ഒക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്നാണ്. അല്ലേലിയ കൊലോസ് ലേഖനം 2:2 അല്ലേലിയ 3-ാം വാക്യം പറയുന്നത്. അല്ലേലിയ അവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടോടെ വായിക്കാം, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അല്ലേലിയ
പൗലോസ് പറയുക, കൊലോസ്യ സഭയുടെ ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തി തരികയാണ്. ഞാൻ എന്റെ ചരിത്രഭാഗം കൂടെ വായിച്ച് കേൾപ്പിക്കാം. പൗലോസ് തന്റെ മിഷണറി യാത്രകളിൽ കൊലോസ്യയിലും ലോദിക്കയിലും സന്ദർശിച്ചിട്ടില്ല എന്ന് 1-ാം വാക്യം സൂചിപ്പിക്കുന്നു. ക്രിസ്തുവാണ് ദൈവമർമ്മം എന്ന് 2-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. പരിജ്ഞാനത്തിന്റെ സകല നിക്ഷേപങ്ങളും ക്രിസ്തുവാണ്. ക്രിസ്തുവിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവില്ലാതെ മറ്റ് യാതൊരു രഹസ്യജ്ഞാനവും ലോകത്തിലില്ല. ക്രിസ്തുവില്ലാത്ത ഒരു രഹസ്യമായ ജ്ഞാനവും ഈ ലോകത്തിലില്ല. പൗലോസ് പറയുക. അപ്പം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് വായിക്കണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഭൂതമായിട്ടിരിക്കുന്നു. അപ്പം ദൈവം അറിയാത്ത ഒരു ജ്ഞാനം ഈ ഭൂമിയിലല്ലെന്ന്. ഇവിടുത്തെ ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവനായിരുന്നാലും, എത്ര വലിയ മഹാനായിരുന്നാലും, ദൈവം അറിയാത്ത ജ്ഞാനം അവനില്ല. പ്രൈസലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു സർവജ്ഞാനി കേട്ടോ. അവയില്ലെന്ന് പറഞ്ഞ് തിരസ്കരിച്ച് നിഷേധിച്ച് ക്രിസ്തുവിന്റെ നാമത്തെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന ക്രിസ്തു യേശുവിലൂടെ ജ്ഞാനം പ്രാപിച്ച ദൈവത്തിന്റെ ദാസിദാസന്മാർ ദൈവജനം എഴുതി പ്രബോധിപ്പിക്കുമ്പോൾ അതിനെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഞങ്ങളാണ് ജ്ഞാനികളെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന മൂഢന്മാരായിരിക്കുന്ന വിശേഷ വിരോധികളോട് പറയട്ടെ, ദൈവം നിന്നെ ന്യായം വിധിക്കുന്നു. വലേരിയ. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് സുവിശേഷം അറിയാം, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട, നിങ്ങളുടെ ഉപദേശവും നിങ്ങളുടെ സാന്നിധ്യമൊന്നും വേണ്ട. ഹല്ലേലൂയ. ഇന്നാളീ പൊന്നാനിയിൽ തന്നെ ഞങ്ങളുടെ കുറച്ച് ദൈവദാസന്മാർ സുവിശേഷം പറഞ്ഞപ്പം പൊന്നാനിയിൽ 1-2 വ്യക്തികളെ കൈയൊക്കെ ചുരുട്ടി തലയിലൊക്കെ കെട്ടി ഇങ്ങോട്ട് മുണ്ടുമൊക്കെ മുടങ്ങി കുട്ടി ഇങ്ങോട്ട് വന്നു. ഞങ്ങളിവിടെ 2 കൂട്ടരുണ്ട്, ഞങ്ങളുടെ 2-3 കൂട്ടരുണ്ട്, ഞങ്ങൾ മാത്രം ഇവിടെ മതി, വേറെ ആരും ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ജ്ഞാനമുണ്ടെന്ന്, ഞങ്ങൾക്ക് അറിവുണ്ട് എന്നൊക്കെ പറയുന്ന മൂഢന്മാരായിരിക്കുന്നവർ എല്ലായിടത്തും പെരുകിക്കൊണ്ടിരിക്കുക. അത് ഇന്ത്യയിൽ മുഴുവൻ പെരുകി, ലോകരാജ്യങ്ങൾ മുഴുവൻ പെരുകി. അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ജ്ഞാനമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സർവശക്തനായ ദൈവം യേശുവ, സർവജ്ഞാനിയായ ദൈവം യേശുവ, സർവത്തിന്റെ ഉറവിടം യേശുവ. ഈ കാണുന്ന സകലത്തെയും ജ്ഞാനത്താൽ സൃഷ്ടിച്ചവൻ ദൈവമാണ്. ദൈവത്തെ കൂടാതെ ഒരു ജ്ഞാനം ഈ ഭൂമിയിലില്ല. ഉണ്ടെന്ന് നിങ്ങൾ വാദിച്ചാൽ നിങ്ങൾ തെളിയിക്കണം. അല്ലേ? ഇന്ന് വരെ പല ഉന്നതന്മാരും പല വ്യക്തികളും പണ്ഡിതന്മാരും പാമരന്മാരും വാഗ്മികളും പല ആളുകളും ഞങ്ങളാണ് ഏറ്റവും വലിയ ജ്ഞാനമെന്ന് തെളിയിക്കാൻ വന്നവരൊക്കെ പരാജയപ്പെട്ട് പടുകുഴിയിലകപ്പെട്ട് അല്ലെങ്കിൽ പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവത്തെ കൂടാതെ വേറെ ജ്ഞാനമില്ലെന്നേ. എല്ലാത്തിനും ജ്ഞാനം. ദൈവം നമുക്ക് ജ്ഞാനം തന്നാൽ നമുക്ക് സൗമ്യത ഉണ്ടാകും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യേശു നിനക്ക് ജ്ഞാനം തന്നാൽ നീ നിന്റെ കുടുംബത്തെ സൗമ്യതയുള്ളവളായിരിക്കും, നിന്റെ സമൂഹത്തിൽ സൗമ്യതയുള്ളവളായിരിക്കും, നിന്റെ ജോലി മേഖലയിൽ സൗമ്യതയുള്ളവളായിരിക്കും. ദൈവം നിനക്ക് ജ്ഞാനം തന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സൗമ്യതയിൽ താഴ്മയുള്ളവരായിരിക്കും. ദൈവത്തിന്റെ ജ്ഞാനമുണ്ടെങ്കിൽ നമ്മൾ വളരെ ദീർഘക്ഷമയുള്ളവരായിരിക്കും. ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. അല്ലേലിയ. ജ്ഞാനമില്ലാതെ നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടുകയാണ്. അല്ലേലിയ. എന്താണ് നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം? എന്താണ് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം? എന്താണ് നീ നേരിടുന്ന പ്രതിസന്ധികൾ? നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വം മാറാത്തത് എന്തുകൊണ്ടാണ്? നിന്റെ കണ്ണുനീര് മാറാത്തത് എന്തുകൊണ്ടാണ്? നീ അനുഭവിക്കുന്ന വേദനകൾക്കൊരു പരിഹാരമില്ലാതെ, നീ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ ഇന്ന് നീ കണ്ണുനീരിന്റെ തലയിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിൽ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. യഥാർത്ഥ ജ്ഞാനം യേശുവായി, ജ്ഞാനമായ യേശുവിനെ നിന്റെ ഹൃദയത്തിനകത്ത് വസിപ്പാൻ ഇടകൊടുത്താൽ നിന്റെ പരാജയങ്ങളെ ദൈവം മാറ്റിത്തരും. അതുകൊണ്ട് വചനം പറയുക, ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു. ഹല്ലേലൂയ. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നി. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചില വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവോട് സംസാരിക്കുന്നത് കേട്ടാൽ ഇറങ്ങി ഓടാൻ തോന്നും. കാരണം എന്തെങ്കിലും സംഭവിക്കത്ത നിലയില്ല. അവിടെ ഞങ്ങൾ യുദ്ധമാണെന്ന്, ഭയങ്കര യുദ്ധമാണ്. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവ് യുദ്ധം, അമ്മായിയും മരുമോളും യുദ്ധം, അല്ലെങ്കിൽ മക്കളും അപ്പനും ഒക്കെ ആയിട്ട് യുദ്ധമാണ്. അല്ലേലിയ. അയൽവാസിയായിട്ട് യുദ്ധം. അല്ലേലിയ. സഭയ്ക്കകത്ത് വന്നാൽ യുദ്ധം, സ്ഥാനത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടിയൊക്കെ യുദ്ധമാണ്.
എന്തുകൊണ്ട്? ദൈവികമായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അല്ലേലിയ. ചില സഭയിലൊക്കെ ചെന്നാൽ കാണത്തില്ലേ, അല്ലുയ്യ, ഈ ഫുൾപിറ്റിൽ പാസ്സരിക്കുന്നതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 6 ചെയർ ഇട്ടിരിക്കുന്നത് കാണത്തില്ലേ? അപ്പോസ്തലന്മാർ എത്തിയിരിക്കുന്നതാ. അപ്പോസ്തലന്മാർ 12 പേരെ പാസ്സറെ ചുറ്റിനും എത്തിയിരിക്കുകയാണ്. അല്ലേലിയ. അതിലൊരു സീറ്റ് കുറഞ്ഞു പോയെങ്കിൽ അത് പ്രശ്നമാണ്. അതിലൊരു സീറ്റിൽ ആരെങ്കിലും അറിയാതെ കയറി ഇരുന്ന് പോയ പ്രശ്നമാണ്. ലേലിയ. അങ്ങനെയൊക്കെയുള്ള അനവധി സഭകളുണ്ട്. നാം എന്തെങ്കിലും ഭൂമിയിൽ അഹങ്കാരം കൊണ്ട് നിറയപ്പെട്ട് സ്വയം ജ്ഞാനമെന്ന് പറഞ്ഞ് സ്വയം ജ്ഞാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന അനവധി ആളുകളുണ്ട്. അതൊക്കെ വിട്ടിട്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവിൽ സഹോദരൻ, നീ ദൈവത്തിൽ നിന്ന് ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവ. നീ യഥാർത്ഥ ജ്ഞാനിയായിരിക്കും യേശു ക്രിസ്തുവിൽ നിന്ന് നീ ഉപദേശം ജീവന്റെ ഉറവ. നീ ഒരിടത്തും സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി നീ അധികാരത്തിന് വേണ്ടി വെല്ലുവിളിക്കത്തില്ല. ഇന്ന് സഭയ്ക്കകത്തിന് അധികാരം വേണ്ടി ആരെ എങ്ങനെ തള്ളിയിട്ടിട്ട് വെട്ടി വീഴ്ത്തിയിട്ട് എങ്ങനെയും ചവിട്ടി താഴ്ത്തിയിട്ട് ഒന്നാമനെത്തണം. സഭയിലും സമൂഹത്തിലും എല്ലാം ഒന്നാമനായി എത്തണം. ജ്ഞാനമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമോ? അല്ലെങ്കിൽ ഈ ലോകത്തിൽ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ജനം ശ്രമിച്ചു. യേശുക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. അല്ലേലിയ. യേശു അവരെ വിട്ട് ഒഴിഞ്ഞു പോയെന്നാ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ലോകത്തിന്റെ സ്ഥാനത്തിനും മാനവ അധികാരത്തിനും കസേരയ്ക്കും വേണ്ടി നീ അഹങ്കരിച്ച് നികളിച്ച് ഓരോരുത്തരെ ചവിട്ടി താഴ്ത്തി വെട്ടി വീഴ്ത്തി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ നീ ഓടുന്നത്? നീ വെറും മൂടനായതുകൊണ്ടാ. അല്ലേലിയ. ദൈവികമായ ഉപദേശം നിന്റെ വഴിയിലുണ്ടെങ്കിൽ നീ നേരമായ പാതയിലൂടെ നടന്നേനെ, താഴ്മയുണ്ടായേനെ. ഇത് ഇന്നെല്ലാം വിശ്വാസ ജീവിതത്തിലും കാണാൻ കേട്ടത്. ക്രൈസ്തവ സമൂഹത്തിലും പെന്തക്കോസ്ത് വിഭാഗത്തിലും അതുപോലെ ഇസ്ലാമിന്റെ കൂട്ടത്തിലും അതുപോലെ ഹൈന്ദവ വിഷയത്തിലെല്ലാം നമ്മൾ പഠിച്ച ഈ സ്ഥാനത്തിന് വേണ്ടി എല്ലാവരും കടിപിടി കൂട്ടുന്ന അറിയുക. രാജ്യത്തിന്റെ തന്നെ ഭരണ സംവിധാനങ്ങൾ നോക്കിയാട്ട് അധികാരത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടി എന്തെല്ലാം തമ്മിലടി, എന്തെല്ലാം അസഭ്യ വാക്കുകളാണ് ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പറഞ്ഞുണ്ടാക്കുന്നത്. ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവർ സംസാരിക്കേണ്ടത് മറ്റുള്ളവർക്ക് ജ്ഞാനം പ്രാപിക്കുന്ന ഉപദേശം വേണം പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അധികാരത്തിന്റെ കസേരയിലേക്ക് കയറിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ജനത്തെ ബോറടിപ്പിക്കുന്ന, ജനത്തിന് ഇഷ്ടമില്ലാത്ത തലമുറ വഴിതെറ്റിക്കുന്ന വാക്കുകളെ വിളിച്ചു പറയുന്നേ. അല്ലെങ്കിൽ അല്ലാതെ പറയുന്നത് ഏതെങ്കിലും ഒരുത്തനെ നിങ്ങളത് കാണിച്ചതാണ്. അല്ലെങ്കിൽ ഒറ്റ ഒരുത്തനും ഇല്ല ലോകത്തിൽ. അല്ലെങ്കിൽ ഈ നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും കാര്യം ലോക രാജ്യങ്ങൾ തമ്മിലടിക്കുക. എന്തുകൊണ്ടാണ്? ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അപ്പൊ ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു. ജ്ഞാനിയുടെ ഉപദേശം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ക്രൈസ്തവരെ കൊന്നൊടുക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ജ്ഞാനികളുടെ ഉപദേശം ജീവന്റെ ഉറവെങ്കിൽ ഈ ഉപദേശം ഇല്ലാത്തവരുടെ ക്രൈസ്തവ പീഡനം വർദ്ധിപ്പിക്കുന്നത്. ഉപദേശം ജ്ഞാനമില്ല. അല്ലേലൂയ. സ്വതന്ത്രം. നിങ്ങൾ നോക്കിയാൽ നൈജീരിയനും ശ്രീലും ഒക്കെ നോക്കിയാട്ട്. അല്ലേലൂയ. ജ്ഞാനമുണ്ടെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ തീക്കിരയാക്കി വെടിയുണ്ടാക്കി മുമ്പിൽ വെടിയുതിർത്ത് കൊല്ലുമോ? വെട്ടിക്കൊല്ലുമോ? ഇന്ത്യയുടെ സ്ഥിതി എന്താ? അല്ലേലൂയ. അപ്പൊ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. മനുഷ്യന് ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. ലലിയ. വിവേകമില്ലാത്ത ഹൃദയം. ജ്ഞാനികളെന്ന് പറഞ്ഞവരൊക്കെ മൂടന്മാരായി പോയി. അല്ലേലിയ. അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവ് തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അളവില്ലാത്ത ജ്ഞാനം അല്ലേലിയ ദൈവസഭയ്ക്ക് നീരുറവ് പകർന്നു തരികയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവജനത്തിന് വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? നീർവ പോലെ ദൈവികമായ ജ്ഞാനം അവരുടെ ഉള്ളിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. നിങ്ങൾക്കുള്ളിൽ നൽകുവാൻ നിങ്ങൾക്കുള്ള ജ്ഞാനം നിങ്ങൾ പ്രാപിക്കുന്നെങ്കിൽ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലൂയ. ദൈവികമായ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ കൊരിന്ത്യർ ലേഖനം 12:8 വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. അല്ലേലൂയ. എന്താണ് ഇത്? ദൈവത്തിൽ നിന്നാണ്. അല്ലേലൂയ. ഒരുത്തന് അല്ലേലൂയ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം. ഇത് ദൈവം തരണമെന്നേ. ഇത് കർത്താവ് നമുക്ക് തരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനിയായി മാറുന്നത്. അല്ലേലൂയ. യഥാർത്ഥ ജ്ഞാനിയായി മാറുന്നത്. നിനക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ദൈവികമായ ജ്ഞാനം നിനക്കില്ലാത്തത് കൊണ്ടാ.
നീ ഒരപ്പന്റെ മക്കൾ അല്ലരിയ, ഒരപ്പന്റെ മക്കളെ ഒരുപോലെ കാണാൻ കഴിയാതെ ഒരപ്പന്റെ മക്കൾ അല്ലരിയ ഒരുപോലെ അത് വീതം ചെയ്യുമ്പോൾ, അപ്പൻ മക്കൾക്ക് സ്വത്ത് വീതം ചെയ്യുമ്പോൾ ഓരോരുത്തരും മുഖപക്ഷം കാണിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അപ്പനും ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. അല്ലരിയ സോദരം, ദൈവികമായ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തുല്യമായിട്ട് കാണും. അതുകൊണ്ടാണ് പത്രോസ് കൊർന്നലിയോസിന്റെ ഭവനത്തിലും ദൈവവചനം പ്രസംഗിച്ചപ്പം പറഞ്ഞത് ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന്. പത്രോസ് കൊർന്നലിയോസിന്റെ ഭവനത്തിൽ ദൈവത്തിന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ, ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. ജാതി വ്യത്യാസമില്ല, വർഗം വ്യത്യാസമില്ല, കുടിലെന്നോ കൊട്ടാരമെന്നോ അവനില്ല. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവൻ. മാനകുലത്തിന്റെ മുഴു പാപത്തിന് വേണ്ടി സകല ജനത്തെ പാപത്തിന് രക്ഷിച്ച് ദൈവികമായ ജ്ഞാനം പകരാൻ വേണ്ടി ദൈവമായ പരിജ്ഞാനം നൽകിയവരെ നിത്യജീവനിലേക്ക് നടത്തുവാൻ, നിത്യമായ രക്ഷ നൽകുവാൻ, ആ സ്വർഗീയ പർദീസിലേക്ക് നടത്തുവാൻ വേണ്ടി കർത്താവ് നമ്മെ മുഖപക്ഷം കൂടാതെ സ്നേഹിച്ചു. യേശു നമുക്ക് ജീവന്റെ ഉറവായിട്ട് ഇന്ന് നമ്മുടെ ഉള്ളിലിരിക്കുക. അപ്പോൾ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ജ്ഞാനിയുടെ ഉപദേശം, യേശുവിന്റെ ഉപദേശം നമുക്ക് ജീവന്റെ ഉറവ് പോലെ നമ്മുടെ ഹൃദയത്തിൽ വരണം. ഹല്ലേലൂയ. ഇത് ശലോമോൻ അന്ന് പറഞ്ഞതാണെങ്കിലും പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൗലോസ് അത് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. യഥാർത്ഥ ജ്ഞാനി യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ ഉപദേശം നമ്മുടെ ഉള്ളിൽ വന്നാൽ, നിന്റെ ഉള്ളിൽ വന്നാൽ, അത് ജീവന്റെ ഉറവ് പോലെ നിൽക്കും. അത് വറ്റിപ്പോകയില്ല. മനുഷ്യന്റെ ജ്ഞാനമൊക്കെ വറ്റിപ്പോകുന്നു. പരമ്പത്തിൽ ഓർമ്മിച്ചു രക്തം ചെയ്യും. രക്തത്തിന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നിങ്ങൾ ആശ്രയിക്കാതെ കർത്താവിനെ ആശ്രയിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ മക്കളുടെ കാര്യം, ഒരു മകള് ആത്മഹത്യ ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ കാര്യം സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, അവർക്ക് ഇനി രണ്ടാമതൊരു ജന്മം കിട്ടുമല്ലോ സാറേ, രണ്ടാമതൊരു ജന്മം കിട്ടുമ്പോൾ അവൾക്ക് നല്ലൊരു കുട്ടിയായിട്ട് ജീവിക്കും. ഞാൻ ആ സഹോദരി പറഞ്ഞു, ഈ ഭൂമി രണ്ടാമതൊരു ജന്മം നമുക്കില്ല. രണ്ടാമതൊരു പുനർജന്മം നമുക്കിവിടെ ഇല്ല. നമുക്ക് ഒറ്റ ജന്മം, ഒറ്റ ജീവിതം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. രണ്ടാമതൊരു ജീവിതമില്ല. മരിച്ചതിന് ശേഷം രണ്ടാമത് പുനർജന്മം പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് വരുവാൻ ഉലകത്തിൽ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. ആദ്യ മനുഷ്യനായിരുന്ന ആദാം തൊട്ട് ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും മരിച്ചു മൺമറഞ്ഞവരെല്ലാം രണ്ടാമതൊരു പുനർജന്മം പ്രാപിച്ച് ഭൂമി വന്നിട്ടില്ല, വന്ന ചരിത്രവുമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെയില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയില്ല. മരിച്ചു പോയി എന്നാണല്ലോ, മരിച്ചുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരം ഈ മണ്ണിനോട് ചേർന്നത് ഒരു പിടി മണ്ണായി കൃമിക്കിരയായി തീരുകയാണ്. നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് ദൈവം ഏത് സ്ഥലത്തേക്കാണോ ആ ആത്മാവിനെ വിടുന്ന പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട് യഥാർത്ഥ വിശുദ്ധി ജ്ഞാനിയുടെ ഉപദേശം കേട്ട് ജീവന്റെ ഉറവ് പോലെ ഈ ഭൂമി ജീവിച്ചവർക്കൊക്കെ നിത്യമായി പ്രദേശത്തിലെത്താം. അല്ല, ഈ ലോകത്ത് സ്വയം ജ്ഞാനികളെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ആത്മാവ് മരണാനന്തരം പാതാള പ്രദേശത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പാതാള പ്രദേശത്തിലെ യാതൊരു സ്ഥലത്തേക്ക്, പാതാള പ്രദേശ ശൂന്യമായി കിടക്കുക യാതൊരു സ്ഥലത്തേക്ക്, ധനവാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാം ന്യായവിധിക്ക് ശേഷം നിത്യമായ നരകത്തിലേക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊരു ജന്മം നമുക്കില്ല. ഞാൻ അസൂര് പറഞ്ഞു, രണ്ടാമതൊരു പുനർജന്മമില്ല. ഒറ്റ ജീവിതമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ഭൂമി നിനക്ക് ഒരു പ്രാവശ്യമേ കടന്നു പോകാൻ കഴിയുള്ളൂ. ഒറ്റ പ്രാവശ്യം ഭൂമി ജീവിക്കാൻ കഴിയുള്ളൂ. ഒറ്റ പ്രാവശ്യം എനിക്ക് ഭൂമി യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അത് 70 അല്ലെങ്കിൽ 80 ആയിരിക്കാം. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് സമയത്തും മരണം വരാം. അതുകൊണ്ട് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് സാക്ഷാ ജ്ഞാനിയായിരിക്കും യേശുക്രിസ്തുവിന്റെ ഉപദേശം നിന്റെ ഹൃദയത്തിൽ പ്രാപിച്ചുള്ള ജീവന്റെ ഉറവ് പോലെ ഒരു നീരുറവായ ആ ഉപദേശം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ എവിടെയും സമർത്ഥനായി മാറും. ഹല്ലേലൂയ. ചില ആളുകളെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു വാക്ക് മതി നമ്മുടെ ആത്മാവിന്റെ ശാന്തത ഉണ്ടാകാൻ. നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, തകർന്നിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ജീവിതത്തിൽ തകർന്ന തരിപ്പണമായിരിക്കുമ്പോൾ ചില ആളുകളുടെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ, അവരുടെ വാക്കിനകത്ത് എല്ലാ സങ്കടങ്ങളും മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ജ്ഞാനമുണ്ട്. അല്ലെങ്കിൽ അതൊരു നീരുറവ് പോലെ ചിലരുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ മനുഷ്യന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് യേശുവിന്റെ വാക്കുകൾ, അതുകൊണ്ടാണ് ജ്ഞാനിയുടെ വാക്കുകളാണ്. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 11-28 വാക്യത്തിൽ നമ്മൾ യേശു എന്താണ് പറഞ്ഞത്? യഥാർത്ഥ ജ്ഞാനിയായ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരും. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥ ജ്ഞാനിയുടെ വാക്കതാ കേട്ടോ.
ഇന്നത്തെ ലോകം നയിക്കുന്ന, ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഭരണ നേതാക്കന്മാർക്ക് അത് പറയാൻ കഴിയുമോ? ഏതെങ്കിലും സംസ്ഥാനത്തിനകത്ത് ഏതെങ്കിലും രാഷ്ട്ര തലവന്മാർക്ക് ഇങ്ങനെ വിളിച്ചു പറയാൻ കഴിയുമോ? അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നൊരു വായുള്ള ഏതെങ്കിലും മത നേതാക്കന്മാർക്ക് വിളിച്ചു പറയാൻ കഴിയുമോ? ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വിളിച്ചു പറയാൻ കഴിയുമോ? അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നൊരു വായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആത്മാക്കൾക്ക് ആശ്വാസം തരും, ദേശം പറഞ്ഞൊരു പറയാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ജ്ഞാനിയുടെ ഉപദേശം നിങ്ങൾക്കില്ല. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവ് പോലെ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആങ്കിൽ നിനക്ക് മാത്രം വിളിച്ചു പറയാൻ കഴിയുള്ളൂ. യേശുവിനും ജ്ഞാനമില്ലാത്തത് കൊണ്ട് നിനക്കിതൊക്കെ വരണ്ട് കിടക്കുക. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞു, ജ്ഞാനം എന്ന എന്ത്? ഒരുവൻ താൻ പ്രാപിച്ചിരിക്കുന്ന അറിവിനെ ചാതുര്യത്തോടെ, സാമർത്ഥ്യത്തോടെ, മികച്ച രീതിയിൽ അത് പ്രായോഗികമാക്കുമ്പോൾ ആ ജ്ഞാനം ക്രിസ്തു നമുക്ക് തരുന്ന ഉറവയായി നമ്മൾ വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? വളരെ ചാതുര്യത്തോടെ, അല്ലെങ്കിൽ വളരെ ചാതുര്യത്തോടെ, സാമർത്ഥ്യത്തോടെ, മികച്ച രീതിയിൽ അതിനെ പ്രായോഗികമാക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജ്ഞാനം നമ്മളിലൂടെ ഒരു ജീവന്റെ നീരുറ പോലെ ഒഴുകിയിറങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് നിന്റെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിലെ എല്ലാ കലശലും എല്ലാ കശപിശയും മാറണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനിയായ ക്രിസ്തുവിന്റെ ജ്ഞാനം നിന്റെ ഉള്ളിൽ ഒരു നീരുറ പോലെ വരണം. അങ്ങനെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അല്ലേലും എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ. ദൈവത്തിന്റെ വചനം, വിശുദ്ധ ദേവന്മാർ ആത്മാവുള്ളൊരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനവും പോലെയുള്ള ജ്ഞാനവും അവനിൽ കാണുന്ന ദാനിയേലിനെ കുറിച്ച് ആമേൻ പറഞ്ഞത് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അലി ദാനിയേൽ 5:11 കാണാൻ കഴിയും. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ യോസേഫിനെ കുറിച്ച് പറയാ, ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. അത് നിന്റെ ഉള്ളിൽ ദൈവാത്മാവ് വേണം. ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ദൈവം നിന്നെ ജ്ഞാനത്തിലേക്ക് നടത്തും. അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. എന്താണ് വായിച്ച വചനം? ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സദൃശവാക്യമാണല്ലോ വായിച്ചത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയ സ്നേഹിത, അവിടെ എന്താണ് ഇരിക്കുന്നത്? സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 14 വാക്യം, ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ ഹല്ലേലൂയ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകുന്നു. ഇതുപോലെ എന്നെ കേൾക്കുന്ന മത ദൈവികമായ ജ്ഞാനം പ്രാപിച്ചാൽ നിന്റെ കുടുംബ സ്വർഗമാകും. ഹല്ലേലൂയ. നിന്റെ കുടുംബം നരകത്തിന്റെ അനുഭവം മാറി സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനിയായി ക്രിസ്തുവിന്റെ ജ്ഞാനം നിന്റെ ജീവന്റെ ഉറവായി നിന്റെ ഹൃദയത്തിൽ അത് നിറഞ്ഞാൽ നിന്റെ കുടുംബ സമാധാനമാണ്, നിന്റെ കുടുംബ സ്വർഗമാണ്. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ സകല ജനത്തെയും കർത്താവേ, സകല ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിനും വാർദ്ധത്തിനും അനുഭവത്തിനും ശ്രമയാചകർ, ഓർഫനേജ്, ഓട്ടം തലമുറയിൽ കിടക്കുന്ന സകല ജനത്തെയും, എല്ലാ മത സാമൂഹിക സാംസ്കാരിക ചരിത്ര മീഡിയ നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, എല്ലാ ഭരണദേശ പാർട്ടികളെയും കർത്താവ്, എല്ലാ ജനത്തെയും, എല്ലാ സാഹചര്യങ്ങളും പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യനെയും കർത്താവ് ദൈവികമായ ജ്ഞാനം കൊണ്ട് നിറയ്ക്കേണ്ട കുടുംബത്തിനകത്ത് ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, അപ്പൻ, അമ്മോർ, മായമ്മ വരുമ്പോൾ എല്ലാം ദൈവികമായ ജ്ഞാനത്തെ നിറയപ്പെട്ട കുടുംബം ആമേൻ ദൈവികമായ ജ്ഞാനത്തെ നിറയപ്പെടുവാൻ കർത്താവ് ജോലി മേഖലയിൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നിച്ചു കൂടിയിരുന്ന എല്ലാ മേഖലയിലും കർത്താവ് മനുഷ്യന്റെ സ്വന്തം വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ സമാധാനത്തിലേക്ക് വരുവാൻ എല്ലാ ജനത്തിൽ ഒരുക്കണമേ. കർത്താവിന്റെ കേരളത്തിനായി, ഭാരതത്തിന്, ലോക രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന സുവിശേഷം കർത്താവ് ലോകമ്പാട് അതിശക്തമായി വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ പ്രശ്നമായി കടന്നു പ്രതികൂലമായി കടന്നു വരുന്ന ഈ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിച്ച അനവധി ആളുകൾ കർത്താവ് രേഖതയിൽ സന്ദർശിച്ച് യഥാർത്ഥ ജ്ഞാനത്തിന് ഉണ്മയായ കർത്താവ് ദൈവം തന്നിരിക്കുന്ന ജ്ഞാനത്തെ വളരെ ചാതുര്യത്തോടും വളരെ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായി നൽകി കൊടുക്കുവാൻ ക്രിസ്തുവിന്റെ ജ്ഞാനം സകല ജനങ്ങളിലും പകരുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, എല്ലാ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. തിരിച്ച് കർത്താവെ, സകല മേഖലയിൽ ജോലി ചെയ്യുന്ന സകല ജനത്തിന്മേലും ദൈവികമായ ജ്ഞാനത്താൽ നിറയപ്പെട്ട് ജനം മടങ്ങി വരുവാൻ, അത് കുടുംബത്തിന് സഭയിലുണ്ടാകുവാൻ, സഭ നേതാക്കന്മാരിൽ അത് വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനം നഷ്ടപ്പെട്ടു പോയ മരണം, ജ്ഞാനം നഷ്ടപ്പെടും, ദൈവികമായ ജ്ഞാനം നഷ്ടപ്പോൾ പലരും സ്വയം ജീവിതം പോലും തകർന്ന ആത്മഹത്യക്ക് വേണ്ടി വലിച്ചെന്തിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനം ജ്ഞാനം പ്രാപിച്ച് ഏത് പ്രതിസന്ധികളിൽ
നാളുകളിൽ ധർമ്മജീവൻ ജീവിപ്പാനുള്ള ആ ദൈവകൃപ ജനം നിറയപ്പെടാൻ ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലേക്ക് മടങ്ങിയിടുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവെടുക്കണം, സകല ജനത്തെ അനുഗ്രഹിക്കണമേ. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ കുടുംബങ്ങൾ, തലമുറകളെ ഓർക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ ഓർക്കുകയാണ്. ചിരിപ്പീടെ അനുഭവിക്കുന്നവർക്ക് മോചനം കൊടുക്കണമേ പ്രാർത്ഥിക്കും. വിവേകം നഷ്ടപ്പെട്ട ഞങ്ങളുടെ നിയമ സംവിധാനങ്ങൾ, പരിജ്ഞാനമില്ലാത്ത നിയമ സംവിധാനങ്ങൾക്ക് ജ്ഞാനം കൊടുത്ത് ക്രിസ്തുവിനെ ജ്ഞാനത്താൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ഭക്തന്മാരെ ജയിലടച്ചിരിക്കുന്ന അനുഭവം തിരിച്ചറിഞ്ഞവർക്ക് മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കർത്താവ് സകല ജനം ജ്ഞാനം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.